അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമുള്ളവരെ, ഉമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ച് ഒരു പിഞ്ചു കുഞ്ഞ് നമ്മുടെ മക്കൾ മരണപ്പെടുമ്പോഴുള്ള വേദന ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും കൊടുത്ത് വളർത്തുന്ന നമ്മുടെ മക്കൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വളർത്തുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. 1 വയസ്സ് മാത്രം പ്രായമുള്ള തിരുവനന്തപുരം സ്വദേശികളായ എൻ്റെ പ്രിയമുള്ളവരെ, അവർ യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ എതിരായിട്ട് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് ഒരു ബുള്ളറ്റ് കടന്നു വരികയാണ്. ആ വാഹനവും ഓട്ടോയും ഈ ബൈക്കും കൂട്ടിയിടിച്ച് ആ പ്രിയപ്പെട്ട പൊന്നുമോന് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ച് വീഴുകയാണ്. ഉമ്മയും ബാപ്പയും വാഹനത്തിലുണ്ട്, ഓട്ടോറിക്ഷയിലുണ്ട്. എത്രയോ പ്രതീക്ഷകളുമായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ വളർത്തി വലുതാക്കി 1 വയസ്സ് വരെ എത്തി 1 വർഷം തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോന് തൻ്റെ കൂടെ സന്തോഷത്തോടെ ഉണ്ടായി. പക്ഷേ ഇനിയുള്ള ദിനം ആ പൊന്നുമോന് ആ വാപ്പയ്ക്കും ആ ഉമ്മയ്ക്കും ഒപ്പമില്ല. ആ പൊന്നുമോൻ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല ആ പ്രിയപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. നാളെ റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന മക്കളാക്കി ആ പ്രിയപ്പെട്ട പൊന്നുമോനെ അല്ലാഹു തആല ആക്കി കൊടുക്കട്ടെ. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ആ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അത് വലിയൊരു മുതൽക്കൂട്ടാക്കി റബ്ബ് സുബ്ഹാനഹു തആല മാറ്റി കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആബിസ് മിൽഹാൻ എന്ന് പറയുന്ന ഈ പൊന്നുമോൻ, മരിച്ച കുട്ടിയുടെ പേര് അതാണ്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് വലിയമ്മല എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ സംഭവം നടക്കുന്നത്. ഇത് ഇവരുടെ വീടുള്ളത്. ഈ ബുള്ളറ്റ് ഓവർടേക്ക് ചെയ്തുകൊണ്ട് കടന്നു വന്നു. ആ പ്രിയപ്പെട്ടവർ സഞ്ചരിച്ച വാഹനത്തെ ഇടിക്കുകയായിരുന്നു. അങ്ങനെ 2 ദിശയിലേക്ക് മാറി. അറിയാലോ, ഒരു വാഹനത്തിനെ ഇടിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന്. അതിൻ്റെ താളം തെറ്റും, വാഹനം മറിയാം, അതിലുള്ളവർ പുറത്തേക്ക് തെറിക്കാം. ഉമ്മയുടെ കയ്യിലിരുന്ന ഈ പൊന്നുമോൻ എൻ്റെ പ്രിയമുള്ളവരെ പുറത്തേക്ക് തെറിച്ചു. ആ കുട്ടി മരണത്തോട് മല്ലടിച്ച് നിന്നു. ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പടച്ചവനെ റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകി യാത്രയാവുകയും ചെയ്തു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ പല രൂപത്തിൽ പറയുന്നതായിട്ട് കണ്ടു. വളരെയധികം സങ്കടം തോന്നിയ ഒരു വാർത്ത തന്നെയാണിത്. മെഡിക്കൽ വിദ്യാർത്ഥികളായ അവർ ബൈക്കിലൂടെ വരുമ്പോൾ അവർ കാമുകനാകാം, കാമുകിയാകാം, ഏത് രൂപത്തിലാകാം. പക്ഷേ അവർ വരുന്ന ആ വരവും സ്പീഡും അവരുടെ ആ ദിശ തെറ്റിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും കണ്ടപ്പോൾ, പടച്ചറബ്ബെ കേട്ടപ്പോൾ ഏറെ സങ്കടം തോന്നി. അതായിരുന്നു ഈ ഒരു മരണത്തിലേക്ക്, അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തു വന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു അപകടത്തെക്കുറിച്ചിട്ട് വളരെയധികം വിമർശനങ്ങൾ ഒരുപാട് കേട്ടു. എന്നാൽ അജു മധു എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ഈ വാർത്തയെക്കുറിച്ചിട്ട് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. 15/6/2025 ഉച്ചയ്ക്ക് നെടുമങ്ങാട് കരിപ്പൂർ മല്ലമ്പ്രം കോണം റോഡിൽ നടന്ന അപകടത്തിൽ പ്രിയ സുഹൃത്ത് ഷിജാദ് പവം വിതുര അദ്ദേഹത്തിന്റെ ഇളയ മകൻ ആബിസ് മിൻഹാൻ മരണമടയുകയുണ്ടായി. ഇനി കാര്യത്തിലേക്ക് കടക്കാം. അമിത വേഗതയിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളാണ് പിഞ്ചു കുഞ്ഞിന്റെ മരണത്തിന് കാരണക്കാർ. കിന്നാരത്തുമ്പികൾ കളിച്ച് അലക്ഷ്യമായി വാഹനമോടിച്ച് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ തന്നെ ഇല്ലാതാക്കിയ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക: നിങ്ങളെപ്പോലുള്ളവരാണ് സാധാരണപ്പെട്ട ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടത്. ആ നിങ്ങളാണ് കാലനായി മാറിയത്. വാഹനാപകടം സാധാരണ നടക്കുന്നതെന്നാണ്, പക്ഷെ നിങ്ങൾ ഇത് സ്വയം വരുത്തിവെച്ച ഒരു ദുരന്തമാണ്. സ്വാധീനവും പണവും ഉള്ളതുകൊണ്ട് ഇന്നലെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോലും നിങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുവാൻ ഡോക്ടർമാരും നഴ്സുമാരും മത്സരിച്ച കാഴ്ചകളാണ് കണ്ടത്. ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾക്കൊരിക്കലും മാപ്പ് നൽകില്ല. പിഞ്ചുകുഞ്ഞിന്റെ മുഖം കണ്ടവരാരും ഒരു കാരണവശാലും നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങൾ കാമുകനാരാണെങ്കിൽ വല്ല ഹോട്ടൽ റൂമിലും മുറിയെടുത്ത് നിങ്ങളുടെ സ്നേഹപ്രകടനം കാഴ്ചവെച്ചാൽ പോരെ? എന്തിനാണെന്നാണ് നടുറോഡിൽ സ്നേഹപ്രകടനം കാണിച്ച് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനെടുത്തത്? മെഡിക്കൽ എടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് പോലും നെടുമങ്ങാട് ഹോസ്പിറ്റലിലെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ മെഡിക്കൽ എടുക്കാതെ അവിടെ നിന്ന് കടത്തിവിടാൻ ശ്രമിക്കുകയുമുണ്ടായി. പിന്നെ കൂടുതൽ വിഷയങ്ങൾ വഷളായപ്പോഴാണ് മെഡിക്കൽ വിദ്യാർത്ഥികളെ കൊണ്ട് മെഡിക്കൽ എടുക്കാൻ അവർ സമ്മതിച്ചത്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ എങ്ങനെയാണ് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നത്? നിങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നവർ എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു പുച്ഛം തോന്നിപ്പോയി. ഒരച്ഛന്റെ വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞ ദിവസങ്ങളായിരുന്നു ഇന്നലെയും എന്നും. മരിക്കുന്നതിന്റെ തലേദിവസം പോലും തന്റെ മകനെ മാറോട് ചേർത്ത് നേരം പുലരും വരെ കളിപ്പിച്ച കാര്യങ്ങൾ എന്നോട് പറയുമ്പോൾ അറിയാതെ തന്നെ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി.
ആ കുഞ്ഞുമകന്റെ ജീവൻ തുടിക്കാത്ത ശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിൽ നിന്നും ആ അച്ഛൻ നെഞ്ചും പൊട്ടും വേദനയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ടു കൈകൊണ്ട് നെഞ്ചോട് ചേർത്ത് ആ പൊന്നുമോന്റെ ആ ഒരു മൃതശരീരം ഏറ്റുവാങ്ങിയതിനു ശേഷം ആംബുലൻസ് വണ്ടിയിൽ പോലും കൊണ്ടുവരാതെ ആ പൊന്നുമകനെ ചേർത്ത് കാറിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അതുവരെ അവൻ എന്നോട് ചേർന്നിരിക്കട്ടെ, കൂടുതൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. നാളെ നീയും ഒരച്ഛനാവും. അപ്പോൾ നിന്റെ മകന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നീ സഹിക്കുമോ? നിനക്കും ഇങ്ങനൊരവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കുറിപ്പ്. നമ്മൾ ഈ വാർത്ത കേട്ടു, ആ കുറിപ്പ് നമ്മൾ കേട്ടു. കാമുകന്മാരായ മെഡിക്കൽ വിദ്യാർത്ഥികൾ കാരണമുണ്ടായൊരു അപകടമാണത്. അവരുടെ ശ്രദ്ധയില്ലായ്മ, അശ്രദ്ധ, റോട്ടിൽ നടത്തിയ അവരുടെ പരാക്രമം എൻ്റെ പ്രിയമുള്ളവരെ ഒരു ജീവനാണ് എടുത്തത്. നമുക്കും ഇതുപോലൊരവസ്ഥ വരും എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അച്ഛനാകും അമ്മയാകും എന്നുള്ളൊരു ബോധം മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, ഈ വിദ്യാർത്ഥികളൊക്കെ മനസ്സിലാക്കണം, നിങ്ങളെ വിടുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ലക്ഷങ്ങൾ കൊടുത്തിട്ട് നിങ്ങളുടെ വാപ്പയും ഉമ്മയും പല സ്ഥാപനങ്ങളെ തേടി നിങ്ങളെ വിടുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നന്മയാർന്ന രീതിയിൽ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ സേവനം ചെയ്യാനാണ്. അവർക്ക് മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ്. പക്ഷേ നിങ്ങൾ ക്യാമ്പസിനകത്ത് നിങ്ങൾ ചെയ്യുന്നത് എത്രയോ വലിയ വേണ്ടാധീനങ്ങളാണ് എന്ന് നിങ്ങൾ ഓർത്തു പോകണം. നിങ്ങളുടെ വാപ്പയെയും ഉമ്മയെയും ലക്ഷങ്ങൾ കൊടുത്ത് അവർ ചെലവഴിക്കുന്ന നിങ്ങൾ അവരെ ചതിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധം എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് അള്ളാഹു ബോധം നൽകട്ടെ. സ്വാലിഹീങ്ങളായ മക്കളിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിച്ച ഒരു വാക്യം, ഒരു ഉപദേശം നമുക്കൊന്ന് പഠിക്കാം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരായിരുന്നല്ലോ ഉമർ റളിയല്ലാഹു അൻഹു. അവിടുത്തെ വളരെയധികം ജീവിതശൈലി നമുക്കൊക്കെ അറിയാം, വളരെയധികം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട, പ്രാധാന്യം ചെലുത്തേണ്ട, നമ്മൾ കൊണ്ടു നടക്കേണ്ട രീതി തന്നെയായിരുന്നു മഹാനവറുകളുടെ ജീവിത രീതി. വളരെയധികം സൂക്ഷ്മതയോടുകൂടെ മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് ഒരു സമയത്ത് പരിശുദ്ധ ഇസ്ലാമിനെതിരെ റസൂലുള്ളാഹിനെ തലയെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ഉമർ പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു മടങ്ങുമ്പോൾ അവിടുന്ന് പറയുന്നത്, മുഹമ്മദ് നബി ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, തെറി പറഞ്ഞാൽ, കുറ്റപ്പെടുത്തിയാൽ അവൻ്റെ തല ഞാൻ എടുക്കുമെന്നായിരുന്നു. ആ രൂപത്തിലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു മാറിയ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എൻ്റെ പ്രിയമുള്ളവരെ, എന്നിരുന്നാലും ഉമർ റളിയല്ലാഹു തആല അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ലാ തുഅജിബന്നകും മിനർ റജുൽ, ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടാതിരിക്കുക. നിങ്ങൾ അത്ഭുതപ്പെടരുത് അവനിലേക്ക് നോക്കിയിട്ട്. എന്തെന്നറിയോ? തൻതനത്തുഹു, മഹാനവറുകൾ അവിടുന്ന് പറയാണ്, അവൻ്റെ ജീവിത രീതി, അവൻ്റെ വസ്ത്രരീതി, സംസാരം, മൊബൈൽ ഫോണ്, അവൻ്റെ കാറ്, അവൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കിയിട്ട് അവനൊരു മാന്യനാണ്, അവനെ കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, വലിയ സംഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ സംഭവമാക്കേണ്ട ആളുകളെ കുറിച്ച് എന്നിട്ട് മഹാനവറുകൾ അവിടുന്ന് പറയാണ്, വലാക്കിൻ മൻ അദ്ദൽ അമാനത്ത, യഥാർത്ഥത്തിൽ ഒരു മാന്യൻ എന്ന് പറയുന്നത്, നല്ലവൻ എന്ന് പറയുന്നത്, അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യത്തെ അവൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവനാണ്, അതിൽ ശ്രദ്ധ കൊടുക്കുന്നവനാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. മാത്രമല്ല, തീർന്നിട്ടില്ല, വീണ്ടും പറയുന്നുണ്ട് അവൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ. വഖഫ അൻ അറാദിന്നാസ്, അവൻ ജനങ്ങൾക്കിടയിൽ, ജനങ്ങളുടെ, മറ്റുള്ള ആളുകളുടെ, അയൽവാസികളുടെ, കൂട്ടുകാരൻ്റെ, കൂടപ്പിറപ്പിൻ്റെ, ഇവരുടെയൊക്കെ അഭിമാനത്തെ സംരക്ഷിക്കുന്നവനുമാണ് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തുന്നു. ഫഹുവർ റജുൽ, അവനാണ് പുരുഷൻ, അവനാണ് മാന്യൻ, അവനാണ് ആൺകുട്ടി എന്ന് പറയില്ല അല്ലേ, എന്ന പോലെ ഉമർ റളിയല്ലാഹു തആല അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നമുക്ക് ഭംഗിയാക്കാൻ കഴിയണം. നന്മയാർന്ന പ്രവർത്തനവും മറ്റും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തആല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, മരണങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.